എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ 100% കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന പദ്ധതിയാണ്. 6000 രൂപ പ്രതിവർഷം, അത് 3 ഇൻസ്റ്റാൾമെന്റുകളാക്കിയാണ് 2000 രൂപ വീതം 4 മാസത്തെ ഇളവേളകളിൽ ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അയോഗ്യതയുള്ളവരെ കൃത്യമായിട്ട് തന്നെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏകദേശം 60,000-ന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഇത് അനർഹമായിട്ട് കൈപ്പറ്റുന്നതായിട്ട് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പക്കലും ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷ വച്ച സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള കൃത്രിമം ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വിനയായിട്ട് വരുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ ധനസഹായം, അതായത് 21 ഇൻസ്റ്റാൾമെൻറ്റുകൾ വിതരണം വരെ നടത്തി, അതിൽ നിന്ന് നമുക്ക് ഏകദേശം 42,000 രൂപയോളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സഹായം തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ്. ഇനി തിരിച്ചടയ്ക്കുവാൻ ശേഷിയില്ലാതെ വരുന്നു എങ്കിൽ റവന്യൂ റിക്കവറി എന്ന് പറയുന്ന മറ്റൊരു നടപടികളിലേക്കായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള കർഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അടുത്ത കാലത്ത്, അതായത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റുകൾ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് 8,000-നടുത്ത കർഷകർ കുടുംബങ്ങളിൽ ഒന്നിലധികം വ്യക്തികൾ ആനുകൂല്യം വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരാൾക്ക് ഒരു വീട്ടിലല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് എന്ന രീതിയിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഭൂമിയുണ്ട് എങ്കിൽ പോലും അതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വാങ്ങുവാൻ അർഹത ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഒന്നിലധികം പേര് ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരെ ഈ രീതിയിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ്. അത് കൃത്യമായിട്ട് 8,000-നടുത്ത് ഗുണഭോക്താക്കളാണുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഈ ഒരു പദ്ധതിയിൽ തുടരുവാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോട്ടീസ് നമ്മുടെ വീടുകളിൽ എത്തുന്നതാണ്. വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് മെച്ചമുള്ളവർ ആരും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാൻ നിൽക്കരുത്. അത് പിന്നീട് വിനയായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സേവനങ്ങളും നമുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാത്തിനും നമ്മൾ ആധാർ കൊടുത്താണ് അപേക്ഷ വച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 2018 വരെ കൃഷിഭൂമിയുള്ള പ്രധാനമായിട്ടും രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്ന കർഷകർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള നിരവധി കർഷകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സംവിധാനം ഇതുവരെ കിസാൻ സമ്മാൻ നിധിയിൽ ആയിട്ടില്ല. അപ്പോൾ അവർക്കുള്ള പ്രവേശനമൊക്കെ വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.